ഇനി വരാണ്ടോ? ഹൈ ഹൈ. നമ്മുടെ വ്യൂവേഴ്സിനെ ഹാപ്പി ഓണം പറഞ്ഞ ഹാപ്പി ഓണം പറയാം. ഒന്നുകൂടി പറയാം, ഇവിടെ നോക്കി പറയാം. എന്തൊക്കെയാണ് ഐറ്റംസ്? ഇഞ്ചിക്കറി, തൈര്, മുളക്. അതുകൊണ്ട് മുളക് തിന്നാ എന്റെ പൂതി മാറിയില്ലേ? ഞാന് ഹൈ 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 ഹൈ. ഒരു മുളകിന്റെ വേഷം തട്ടാ പോന്. കൊഴപ്പൊന്നുമില്ലാന്നോ? ഞാന് താത്താക്കൊക്കെ ഒന്ന് കൊറേ കാലം വിളിച്ചിട്ട് എന്തേ എനിക്ക് കിട്ടി. ഏതായാലും കുഴപ്പമില്ല. വീഡിയോ ആണ്. ഇഞ്ചിക്കറി, തോരൻ, രസം, പായസം, ഷുഗർ. ഇക്കൂടെ കാലിട്ട് പണി വീഴൂല പൊന്നോ. എന്താ പണ്ടിട്ട് കഥ? കൂടെ കാലിടാൻ പാടില്ല. പ്ലാസ്റ്റിക് ഓണം, ഇത്തവണ ഓണം പ്ലാസ്റ്റിക് കൊണ്ടുപോയി ചെറുപ്പം. അവിടുന്ന് നല്ല അടിപൊളി സദ്യ കിട്ടിയതാണ്. ഇതെന്താ കഴിക്കണേ? ചില്ലിയാണ്. ചില്ലിയോ? ഇഷ്ട ചില്ലി കഴിക്കുക? എരിവില്ല? കൊണ്ടാട്ടം ഏതാ പല്ല ഏതാന്ന് തിരിച്ചറിയാത്ത അവസ്ഥ. ഇഷ്ടായോ? പപ്പടം കൊണ്ടാട്ടം ചോദിച്ചോ. തുറന്നോ? എരിവുണ്ടോ? എരിവുണ്ടോ? പതുക്കെ കുടിച്ചു വായാന്ന്. ഓ വീടിന്റെ മുകളിലൊക്കെ വന്നത്. കുടിക്കാൻ മൊത്തം നടന്നോണോ? നമ്മുടെ വ്യൂവേഴ്സിനെ ഹാപ്പിയോടെ പറഞ്ഞ കൊണ്ടാട്ടം കഴിച്ചിട്ടേ എല്ലാതും ഉണ്ട്. പരിപ്പ് കറി, തൈര്, മുളക്. അതുകൊണ്ട് മുളക് തിന്നാ എന്റെ പൂതി മാറിയില്ലേ? ഞാന്
ഒരു മോളിനേഷൻ ടപ്പൂന് എന്റെ ഷർട്ട് എന്നായിക്കോട്ടെ നീ കഴിച്ചു. അപ്പോ നിന്റെ സിമ്മും കിട്ടി. ഇനി ഇതില് വാട്സപ്പ്. ബിനോ കുഞ്ഞിക്കിലേ അമ്മട് പൊന്നെ എന്റെ പണി എന്തെങ്കിലും പണി അയച്ചവരാണി പൈസവരാണി. ഹാപ്പി ഓണം. നാളെ നബിദിനമാണ്. അപ്പൊ നാളെ നമ്മള് നബിദിനത്തിന്റെ പാട്ട് പാടും അല്ലേ? ഒന്ന് പാടി കൊടുത്തപ്പോ നമ്മുടെ ആരാണ് മുഹമ്മദ് നബിയാണ്, ഉമ്മ ആമിന ബീവിയാണ്, ഉപ്പ അബ്ദുള്ളയുമാണ്. നാളെ നമുക്ക് പായസം വെക്കണം. നബിദിനത്തിന്റെ ആഘോഷിക്കാൻ പാടില്ല എന്നാണ്. നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. ഇരിക്കല്ലേ എന്താ പായസം രണ്ടുകൂട്ട് പായസം എന്തേ തന്നിക്കണത്? ഇതോ ഇതുപോലെ പായസം പറ്റിക്കലാട്ടോ. പായസം വേറെല്ലാം പായസം എഴുതിയിട്ടില്ല. ഇതാ പായസം നോക്കി. ഇതുകൊണ്ട് എന്താവാനം? അത് പഞ്ചസാരയാണ്. ഉപയോ നിങ്ങള് കാണുന്നില്ലോ. സാമ്പാർക്കല്ല പായസത്തിക്കുള്ളതാണ്. പ്ലാസ്റ്റിക്കാണ് വില കണ്ടെങ്കിൽ 20,000 ഉപ്പാടത്ത് കൂട്ടിക്കഴിഞ്ഞാൽ 20,000 പ്ലാസ്റ്റിക് 20,000 പ്ലാസ്റ്റിക്. ചോറൊക്കെ കുറവ് തന്നെയല്ലേ? ചോറ് വലിയ വർഷമില്ല, പായസം കൊണ്ട വർഷം. പായസം നമുക്ക് നടക്കാം. അത് മിൽക്ക് മെയ്ഡ് കൊടുത്താൽ മതി. പാല് കുറവ്. ഇത് പഞ്ചസാരയാണ്. മോർക്ക് പഞ്ചസാര ഇടൂലോ, ഉപ്പല്ലേ ഇടാ. ഉപ്പല്ലത്തിലുണ്ട്. പിന്നെ എന്തിനാ എന്താ പഞ്ചസാര? നല്ല സ്നേഹം അച്ഛനും ഉണ്ടാണ്ട. അതും കഴിച്ചിട്ടിരിക്കുക. ഓല് കഴിച്ചിട്ട് പറഞ്ഞോ? അതെ ആവശ്യമില്ലാത്ത പരിപാടി വേണ്ട. അതിന്റെ ഒന്നും ആവശ്യമില്ലേ. ഉപ്പ് ഇഷ്ടം പോലെ അതിലുണ്ട് കേട്ടോ. പറയണത് കേൾക്കും. എനിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഏതാണ്ട് മോരൊഴിച്ചിട്ടാ വേണ്ടത്. സാമ്പാറില്ലാതെ രസമുണ്ട് സാമ്പാറാണ്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറഞ്ഞതാണോ വിഷമം? പായസം കൊണ്ടു ഇഷ്ടമല്ല. എല്ലാം ടേസ്റ്റ് ചെയ്യാറപ്പോ അങ്ങനെ തോന്നിയത് കാറ്റാ. പിന്നെ ഒരുവിധ കാര്യത്തിന് അങ്ങനെ ഷോർട്ട് ചെയ്യാതെ നിന്നിട്ട് കാര്യമില്ല. കാരണം എന്റെ സ്വഭാവമാണ്. പാട്ട് പാടുക. ഞാനേ പഠിച്ചില്ല
പപ്പന്റെ മീശാനങ്ങളും തടയങ്ങളും മുത്ത മുഹമ്മദ് നബിയാണ് ഇമ്മ ആമിന ബീവിയാണ് ഉപ്പ അബ്ദുള്ളയുമാണ്. മാമു എനിക്ക് സാമ്പാർ ഇത് സാമ്പാറല്ല, വേറെ കൂട്ടാണ്. അവിയലാണ്. അവിയല് നമുക്ക് നോക്കും ചാണ അപ്പൊ ഫുഡിനെ ആക്കാൻ പറ്റരുതേ. പപ്പടം കടിക്കുക. അല്ല എനിക്ക് പപ്പടില്ല. ഇത് പപ്പടം എടുക്കാം. അത് മറ്റേ പൊടിഞ്ഞു. അത് തോന്നിയിട്ട് ഞാൻ അറിയാത്ത പോലെ എന്റെ പപ്പടം എടുക്കാം. എവിടെ നിങ്ങളെ കയ്യിലാണ് എനിക്കറിയ പരിപ്പ് കറി അവന് ഞാൻ ചോറ് കൊടുത്തു. ആ പരിപ്പ് കറി ഉപ്പ് ഒരു തന്നൊക്കെ കറിയില്ല കുറിച്ചൊക്കെ ഉണ്ടോ. ഇത് കഴിച്ചിട്ടില്ലല്ലോ. എന്താണ് പല്ലു ആ പേര് ആ ചേച്ചല്ല നെയ്യ് തന്നെയാണ്. ഇഷ്ടമുള്ളത് ഇതുകൊണ്ടാ. അതിന്റെ ഒരു സ്റ്റൈലാണ് മേൽചുണ്ട് കടിച്ചാൽ വയ്ക്കുക. ആ ഒരു സൈഡത്തെ രണ്ട് ഭാഗത്തെ ചുണ്ടിന്റെ സൈഡ് ഇങ്ങനെ കടിക്കണ. ശരിയല്ലോ. പൈനാപ്പിള് ഉണ്ട്. മാങ്ങാച്ചാറ് പരിപ്പ് കറിയല്ലേ. അത് പായസല്ല. നമുക്കെന്താ വേണ്ടത്? ഇതാണ് നല്ലത്. എന്താണ് കാണാലോ. റെഡ് കളറ് മുത്തുമണി സ്വത്ത് സൂപ്പറാ. Yeah. കൊണ്ടാട്ടാണ് കഴിക്കണത്. അത് താഴെ കളയല്ലേ. പിന്നെ ബാലൻസ് ആണ് കേട്ടോ. ഒരിക്കലും തന്നെ അല്ലാണ്ടൊന്നും കഴിച്ചിട്ടില്ല. ഇത് കഴിച്ചു. ഇതൊക്കെ ബാക്കിയാണ്. സ്റ്റൂ, പച്ചടി, ചെറിയ രസം, എരിശ്ശേരി, തോരന്. ഇതെന്താ നോൽക്കന്നെ അറിയാൻ പാടില്ല. ഈ പായസം കുടിക്കാണ്ട് ചോറ് ബാക്കിയാണ്.
അങ്ങനെ അതാ കഴിക്കലൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. എനിക്ക് മോനിങ്ങനെ ചിണുങ്ങിയോണ്ടിരിക്കുന്ന സമയത്ത് ഫുഡ് അങ്ങനെ ഇറങ്ങി പോകൂല വായിൽ നിന്ന്. പിന്നെ അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനും അല്ലെങ്കിൽ ഇടക്ക് വെച്ച് നിർത്തിയതും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അതൊക്കെ തിരിയലാണ് ഉണ്ടാവില്ല. ഇരുന്നിട്ടുള്ളൊരു കഴിക്കല് പൊതുവെ കുറവാണ്. അധികം ജ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. പെട്ടെന്ന് അതാകുമ്പം ജോലിന്റെ ഇടയിലും സിപ്പ് ചെയ്തിട്ട് പോകാമല്ലോ, അങ്ങനെ കേട്ടോ. എന്ന് വെച്ചിട്ട് നമ്മൾ തീരെ കഴിക്കാണ്ടല്ല, ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂലേ. റയറാണ് ഞാൻ ചോറൊക്കെ കഴിക്കല്. ഈ സമയത്ത് കഴിക്കണം ഉമ്മ ഇങ്ങനെ പറയും, അതിങ്ങനെ കേട്ടിരിക്കും എന്നല്ലാണ്ട് അത് നമുക്കാണ് എത്തലില്ല. നമ്മളിപ്പോ അവരെ വിട്ടിട്ട് പോന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഉമ്മാരുടെ അടുത്തുനിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കഥ ഇതൊക്കെ തന്നെയാണല്ലോ അല്ലെ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാരും അങ്ങനെ തന്നെയാണ്, നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ ലൈഫ് ഒരു ടൈം ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മക്കളായി കഴിഞ്ഞാൽ ആവണത്. അത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് വരണം. അങ്ങനെയല്ല അല്ലെങ്കിൽ ഉപ്പാനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് ഇക്കും മക്കളുള്ള പോലൊക്കെ തന്നെ എല്ലാവരുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെ. നമ്മൾ ആ ഒരു ടൈമിലേക്ക് എത്തുമ്പോഴേ നമുക്കതൊക്കെ മനസ്സിലാവുള്ളൂ. അങ്ങനെ എന്താ ഇതൊന്നും പിന്നെ എടുത്തു വെക്കണില്ല, അതങ്ങനെ കളയ തന്നെയാണ്. ചിലതൊക്കെ എടുത്ത് വെച്ചു അങ്ങനെയൊക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. പിന്നെ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം ലാസ്റ്റിൽക്കാണ് പറയാൻ എനിക്ക് അവസരം കിട്ടിയത്, എന്നാലും ഞാൻ പറയാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഓണാഘോഷമായിട്ടല്ല കേട്ടോ. ഓണത്തിന്റെ സമയത്തല്ലേ നമുക്ക് സദ്യ കിട്ടുള്ളൂ. അതുപോലെ തന്നെ സദ്യ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും പച്ചക്കറികൾ ആ സമയത്തല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് അത് കഴിക്കണു അല്ലെങ്കിൽ അത് വാങ്ങിക്കണു അത്ര. അല്ലാണ്ട് നമ്മൾ ഓണം ആഘോഷിക്കുക അങ്ങനെയൊന്നും അല്ല. ഈ ടൈമിലല്ലേ ഇത് കിട്ടുള്ളൂ, അതിനെ കൊണ്ട് മാത്രമാണ് കേട്ടോ. ഇനിയിപ്പോൾ നാളെ നമുക്ക് നബിദിനമാണ്, അതും ആഘോഷിക്കാൻ പാടില്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു രീതിയിൽ കേട്ടോ. അത് ഇനിയിപ്പോൾ ബർത്ത്ഡേ ആണെങ്കിലും ആനിവേഴ്സറി ആണെങ്കിലും നമ്മളെ ലൈഫിലുള്ള നമ്മളെ പേഴ്സണൽ ലൈഫിലുള്ള സംഭവങ്ങളാകുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ദിവസങ്ങൾക്ക് ഒരു പ്രത്യേക പ്രയോറിറ്റി കൊടുക്കലുണ്ട്. അത് കണ്ടിട്ട് മക്കൾ വളരണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അത് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു സംഭവമാണ്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ നബിദിനം അതുപോലെ ഓണം ക്രിസ്മസ് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫെസ്റ്റിവൽ ആയിട്ട്, അല്ലാണ്ട് നമ്മൾ ഓരോ ഒരു മതത്തിലേക്ക് പോവുക അല്ലെങ്കിൽ അങ്ങനെയല്ല കേട്ടോ. അപ്പം ഓരോരുത്തരും ഇങ്ങനെ ഓരോ കമന്റ് അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ അത് കേൾക്കുമല്ലോ, പറയണത് എന്താക്കണൊക്കെ നമ്മളെ ചെവിയിൽക്കും അത് എത്തുമല്ലോ. അതിനെ കൊണ്ട് പറഞ്ഞത് അല്ലെങ്കിൽ വേറെ ആളുകളെ പറയണത് നമ്മൾ കേൾക്കും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു പൊതുവെ ഒരു എന്താ പറയാ ഒരു കൊളക്കലായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അസ്സലാമു അലൈക്കും.